നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോജക്റ്റിൽ നമ്മളൊരു ലാൻഡ്സ്കേപ്പിംഗ് ഡീറ്റെയിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഓരോ ഫ്ലവേഴ്സും അതിന്റെ സയന്റിഫിക് നെയിം വെച്ച് നമ്മൾ അതിന്റെ മെഷ് എടുത്തിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് റീഡ് ചെയ്യുക. ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് എക്സാക്ട്ലി ഓൺ ദ പൊസിഷൻ ഡയമെൻഷൻ വെച്ച് ഓരോ പൊസിഷനിലും ഏത് പ്ലാന്റ് വരണം, ഏത് ട്രീ വരണം, ഫ്രൂട്ട് പ്ലാന്റ് ആണ് എങ്ങനെ, അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. ബൗണ്ടറി വാൾ എങ്ങനെ വരുന്നു, ഫ്രണ്ട് ഏരിയ വരുമ്പോൾ ഗ്രിൽ വർക്ക് എങ്ങനെ വരണം. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോജക്റ്റിന്റെ ഔട്ട് നമുക്ക് നോക്കി നോക്കാം. ഇവിടെയാണ് നമ്മൾ കലാത്തിയ കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ റോഡ് വരുന്നുണ്ട്. ആ റോഡിൽ നിന്ന് നമുക്കൊരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ഈ ഗ്രില്ല് കൊടുത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഹെലിക്കോണിയ പ്ലാന്റ്സ് കൊടുത്തു കഴിയുമ്പോൾ പ്ലാന്റിന്റെ വിസിബിലിറ്റി കിട്ടാനും കറക്റ്റായിട്ട് ബ്രീത്തിങ്, അതായത് ഒരു ബ്രീത്തിങ് ഫെൻസ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് കാറ്റ് കയറി ഇറങ്ങുക എന്നുള്ളൊരു പർപ്പസാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ഉള്ളിലാണ് കാർ പോർച്ച് വരുന്നത്. അപ്പോൾ കാർ പോർച്ചിന്റെ ഒരു വിസിബിലിറ്റി ഇല്ല, വണ്ടി അത്ര വിസിബിൾ ആയിരിക്കില്ല, പക്ഷെ റൂഫിങ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ആ പ്രൈവസി ഫാക്ടറിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു റൗണ്ട് ടേബിളും 2 ചെയർസും കൊടുത്തിട്ടുണ്ട്. റോഡ് ആരെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവസി ഇഷ്യൂ ഇവിടെ ഉണ്ടാകുന്നില്ല. ഈ ഏരിയയിലെല്ലാം നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം വണ്ടി ഇതുവഴി പാസ് ചെയ്തിട്ട് പോർച്ചിലേക്ക് ആക്സസ് ചെയ്യാനുള്ളത്. ഈ ഒരു ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്ന ഏരിയയെല്ലാം നമ്മൾ കോബിൾ സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ നമ്മൾ RCC കോൺക്രീറ്റ് ചെയ്തിട്ട് ഗ്യാപ്പ് തെർമോക്കോൾ വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് പേൾ ഗ്രാസ് വെച്ച് പിടിപ്പിക്കാനായിട്ടാണ്. ഇവിടെ ഒരു നിലവിലൊരു പ്ലാവ് നിപ്പുണ്ട് സൈഡിൽ. പിന്നെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് ഒരു സീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ഓർണമെന്റലാക്കി അവിടെ എടുത്തിരിക്കുക ക്ലയന്റിന്റെ റിക്വയർമെന്റ് പ്രകാരം.